എല്ലാവർക്കും നമസ്കാരം. 2025 IMU-CET എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയിരിക്കുകയാണ്. ക്വാളിഫൈ ആയ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് IMU വെബ്സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. IMU-CET എൻട്രൻസ് എക്സാം ക്വാളിഫൈ ആയതിനു ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. മർച്ചൻ്റ് നേവിയിൽ ഓഫീസർ ആകാനുള്ള നിങ്ങളെ യാത്രയിൽ നിങ്ങൾ ആദ്യത്തെ കടമ്പ കടന്നിരിക്കുകയാണ്. IMU-CET ക്വാളിഫൈ ആവുക എന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചറിൽ വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്നതാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. IMU-CET ക്വാളിഫൈ ആയതിനു ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് നവീൻ. എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. IMU-CET ക്വാളിഫൈ ആയതിനു ശേഷം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ റാങ്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നതാണ്. നിങ്ങളുടെ റാങ്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് IMU വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആയാൽ ഉടനെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കുന്നതാണ്. റാങ്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്പോൺസർഷിപ്പ് കമ്പനികളുടെ എക്സാമൊക്കെ എഴുതി പാസ്സായവരാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളുടെ എൻട്രൻസ് എക്സാമൊക്കെ എഴുതി പാസ്സായവരാണെങ്കിൽ നിങ്ങൾ IMU-CET ക്വാളിഫൈ ആയി എന്നുള്ള കാര്യം നിങ്ങളുടെ കോളേജിനെയോ കമ്പനീനെയോ അറിയിക്കുക എന്നതാണ് നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യം. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമ്പനിയോ അല്ലെങ്കിൽ കോളേജൊക്കെ നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലാതെ IMU കോളേജുകളിൽ നിന്ന് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. റാങ്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം IMU ക്യാമ്പസുകളിൽ അഡ്മിഷൻ എടുക്കാനുള്ള അടുത്ത സ്റ്റെപ്പ് IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യുക എന്നതാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിൻ്റെ അടിയിലുള്ള 6 കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യണം എന്നത് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. നിങ്ങളുടെ IMU-CET റാങ്കിൻ്റെയും നിങ്ങളുടെ കാറ്റഗറിയുടെയും അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസ് ഒക്കെ അനുസരിച്ചാണ് നിങ്ങൾക്ക് കോളേജ് അലോക്കേറ്റ് ആവുന്നത്. ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് കോളേജിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ആ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ IMU കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് IMU കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങളുടെ ഓരോരുത്തരെയും റാങ്ക് വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കോളേജും കോഴ്സും ഒക്കെ ഏതാണെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരുടെയും റാങ്കിൻ്റെയും നിങ്ങളുടെ കാറ്റഗറിയുടെയും അതേപോലെ തന്നെ നിങ്ങൾ പ്രിഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള കോളേജിൻ്റെയും കോഴ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് IMUൻ്റെ ഓൺലൈൻ കൗൺസിലിംഗ്. IMU കൗൺസിലിങ്ങിൻ്റെ ലിങ്ക് ഓപ്പൺ ആയാൽ ഉടനെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. IMU കൗൺസിലിംഗ് പോർട്ടൽ വഴിയാണ് നിങ്ങൾക്ക് IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 10,000 റുപ്പീസ് ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള കോളേജുകളൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 9,000 റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ കൊടുത്ത പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കോളേജ് അലോക്കേറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള റീഫണ്ടും കിട്ടുന്നതായിരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിഫറൻസ് കൊടുക്കുന്നത് നിങ്ങൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. കോളേജ് പ്രിഫറൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് സംസാരിക്കാം. ഇങ്ങനെ IMU കൗൺസിലിംഗ് വഴി സീറ്റ് അലോക്കേറ്റ് ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഒരു 30,000 രൂപ കൂടി കൊടുത്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 30,000 രൂപ അടച്ച് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്താൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ കിട്ടുന്നതായിരിക്കും. ഈ ഒരു പറഞ്ഞ സമയത്തിനകത്ത് നിങ്ങൾ 30,000 രൂപ അടച്ച് സീറ്റ് കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അലോക്കേറ്റ് ആയ സീറ്റ് കിട്ടില്ല എന്നതും പോരാത്തതിന് നിങ്ങൾക്ക് മുന്നോട്ടുള്ള IMU കൗൺസിലിങ്ങിന് ഒരു തരത്തിലും പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു 30,000 രൂപ നോൺ റീഫണ്ടബിൾ ആണ്. ഈ 30,000 രൂപ അടച്ച് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്താൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ കിട്ടുന്നതാണ്. ആ ലെറ്ററിൽ പറയുന്ന തീയതിക്കകം നിങ്ങൾക്ക് അലോക്കേറ്റ് ആയ കോളേജിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫിക്കേഷന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഈ പറഞ്ഞ സമയത്തിനകം നിങ്ങൾക്ക് അലോക്കേറ്റ് ആയ കോളേജിൽ പോയി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡ്രോപ്പ് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഓൾറെഡി സെലക്ട് ആയ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് മാത്രമല്ല ഈ വർഷത്തെ ബാക്കി കൗൺസിലിങ്ങിന് നിങ്ങൾക്ക് പങ്കെടുക്കാനും പറ്റുന്നതായിരിക്കില്ല. IMU കൗൺസിലിങ്ങിന് 3 ലിസ്റ്റുകളാണ് സാധാരണ പബ്ലിഷ് ചെയ്യാറുള്ളത്. ആദ്യത്തെ ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, പക്ഷേ വേറൊരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിലും
നിങ്ങൾ ആ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു കോളേജിൽ ആ കോഴ്സിനുള്ള അഡ്മിഷൻ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക. കാരണം അടുത്ത ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷനിൽ കൊടുത്ത കോളേജിൽ സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നതാണ്. പക്ഷേ ആദ്യത്തെ ലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജോ കോഴ്സോ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജോ കോഴ്സോ അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ വർഷത്തെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് ആദ്യത്തെ ലിസ്റ്റിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തതല്ല കിട്ടിയതെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. IMU കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ചും ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ചെയ്യേണ്ട പേയ്മെൻറ്റുകളെക്കുറിച്ചും പേയ്മെൻറ്റുകളുടെ റീഫണ്ടിനെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. IMU CT പാസ്സായതിനു ശേഷം ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, ഏത് കോളേജിൽ നിന്നാണ് പഠിക്കേണ്ടത്, എത്ര റാങ്ക് കിട്ടിയാൽ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എന്നോട് ദിവസവും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് ഏത് കോഴ്സിനാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പ്രഡിക്ഷൻ നടത്താൻ ആരെക്കൊണ്ടും പറ്റുന്നതല്ല. കാരണം സീറ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറിയും നിങ്ങളുടെ പ്രിഫറൻസും ഒക്കെ ഫാക്ടേഴ്സ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഏതൊക്കെ പ്രിഫറൻസ് വെച്ചാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് കിട്ടിയാൽ ഈ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരു ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആകെയുള്ളൊരു ഇൻഫർമേഷൻ കഴിഞ്ഞ വർഷം നടന്ന അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് വെച്ച് ഓരോ കോളേജിലും എത്ര റാങ്ക് വരെയുള്ള ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ള കാര്യം മാത്രമാണ്. ആ ഒരു ഡീറ്റെയിൽസിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ഏറ്റവും നല്ല കോളേജ് ഏതാണെന്നും കോഴ്സ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയ റാങ്കുകളുടെ കാര്യം കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾക്ക് ഏത് കോളേജിൽ അപ്ലൈ ചെയ്താൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല IMU കോളേജുകൾ ഏതാണെന്നും നല്ല കോഴ്സുകൾ ഏതാണെന്നും ഏത് കോളേജിൽ ഏത് കോഴ്സ് പഠിച്ചാലാണ് നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഒരു ജോബ് ഗ്യാരണ്ടി ആക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റികളിൽ ഒരു വർഷം BE മറൈൻ എഞ്ചിനീയറിങ്ങിനും BSc നോട്ടിക്കൽ സയൻസിനും ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ഈ 3 കോഴ്സുകൾക്കും കൂടി ചേർന്ന് ആകെ 786 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ BE മറൈൻ എഞ്ചിനീയറിങ്ങിന് 3 ക്യാമ്പസുകളിലായിട്ട് 366 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. BSc നോട്ടിക്കൽ സയൻസിന് 3 ക്യാമ്പസുകളിലായിട്ട് 340 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിന് 2 ക്യാമ്പസുകളിലായിട്ട് ടോട്ടലായിട്ട് 80 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2025 ഈ 3 കോഴ്സുകൾക്കും വേണ്ടി IMU CT എൻട്രൻസ് എക്സാം ക്വാളിഫൈ ആയ ആൾക്കാരുടെ എണ്ണം 19,680 ആണ്. ക്വാളിഫൈ ആയ എല്ലാവരും തന്നെ IMU CT കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യണമെന്നില്ല. എന്നാൽ കൂടി ഈ ഒരു കാര്യത്തിൽ നിന്ന് ഈ 3 കോഴ്സിനുള്ള കോമ്പറ്റീഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3 IMU ക്യാമ്പസുകളിലാണ് BTech മറീൻ എഞ്ചിനീയറിംഗ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നാമത്തത് IMU കൊൽക്കത്ത, രണ്ടാമത്തത് IMU ചെന്നൈ, മൂന്നാമത്തത് IMU മുംബൈ പോർട്ട് ക്യാമ്പസ്. ഈ 3 കോളേജുകളിൽ IMU കൊൽക്കത്തയിൽ മറീൻ എഞ്ചിനീയറിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. IMU കൊൽക്കത്തയിൽ മറീൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും എന്നത് ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മറീൻ എഞ്ചിനീയറിംഗ് കോളേജാണ് IMU കൊൽക്കത്ത. 246 സീറ്റുകളാണ് IMU കൊൽക്കത്തയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. BTech മറൈൻ എഞ്ചിനീയറിംഗ് ചെയ്യാൻ രണ്ടാമത്തെ ബെസ്റ്റ് ഓപ്ഷൻ IMU ചെന്നൈയാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് IMU ചെന്നൈ. അതുകൊണ്ട് തന്നെ അവരുടെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയും നല്ലതാണ്. IMU ചെന്നൈയിൽ BTech മറൈൻ എഞ്ചിനീയറിംഗിന് 80 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷൻ IMU മുംബൈ പോർട്ട് ക്യാമ്പസ് ആണ്. IMU മുംബൈ പോർട്ട് ക്യാമ്പസ് നല്ലൊരു കോളേജാണ്. പക്ഷേ ആ ഒരു കോളേജിൽ 40 സീറ്റുകൾ മാത്രമാണ് മറൈൻ എഞ്ചിനീയറിംഗിന് ഒരു വർഷം അവൈലബിൾ ആയിട്ടുള്ളത്. BSc നോട്ടിക്കൽ സയൻസ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് 3 IMU ക്യാമ്പസുകൾ മാത്രമാണ്. IMU നവി മുംബൈ ക്യാമ്പസ്, IMU ചെന്നൈ ക്യാമ്പസ്, IMU കൊച്ചി ക്യാമ്പസ്. BSc നോട്ടിക്കൽ സയൻസ് പഠിക്കാനുള്ള ഏറ്റവും നല്ല കോളേജ് IMU നവി മുംബൈ ആണ്. നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ നടത്തുന്ന കോളേജുകളിൽ വെച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പേര് കേട്ടൊരു കോളേജാണ് IMU നവി മുംബൈ. IMU നവി മുംബൈയിൽ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും എന്ന കാര്യം ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. IMU നവി മുംബൈയിൽ 180 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ബെസ്റ്റ് ഓപ്ഷൻ IMU ചെന്നൈ ആണ്. നേരത്തെ പറഞ്ഞ പോലെ IMU ക്യാമ്പസുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് IMU ചെന്നൈ ആയതുകൊണ്ട് നല്ല കമ്പനികൾ പ്ലേസ്മെൻറ്റിന് ഈ ഒരു കോളേജിൽ വരാറുണ്ട്.
IMU ചെന്നൈ ക്യാമ്പസിൽ 120 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്നാമത്തെ കോളേജ് IMU കൊച്ചിയാണ്. IMU കൊച്ചി ക്യാമ്പസിൽ BSc നോട്ടിക്കൽ സയൻസിന് ആകെ 40 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സ് IMUവിൻ്റെ 2 ക്യാമ്പസുകളിൽ മാത്രമാണ് നടത്തുന്നത്. ഒന്നാമത്തത് IMU നവി മുംബൈ, രണ്ടാമത്തത് IMU ചെന്നൈയാണ്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ഒരു സ്പോൺസർഷിപ്പ് കോഴ്സാണ്. അതുകൊണ്ട് തന്നെ കമ്പനികളെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കോഴ്സിനുള്ള സ്പോൺസർഷിപ്പ് ഓൾറെഡി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അവർ IMU ക്യാമ്പസുകളിൽ വന്ന് പ്ലേസ്മെൻറ്റ് എക്സാമുകളൊക്കെ നടത്തണം എന്നതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ഓൾറെഡി നല്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ DNS സ്പോൺസർഷിപ്പ് ക്ലിയർ ചെയ്ത ആളാണെങ്കിൽ നിങ്ങളുടെ കമ്പനി നിങ്ങളോട് IMU ക്യാമ്പസിൽ നിന്ന് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ ക്യാമ്പസുകളിൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. IMU ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്തതിന് ശേഷം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സിന് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. IMU നവി മുംബൈയിൽ 40 സീറ്റുകളും IMU ചെന്നൈയിലും 40 സീറ്റുകളുമാണ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഓരോ IMU കോഴ്സും ഏത് ക്യാമ്പസിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ പറഞ്ഞ ഓരോ കോഴ്സുകൾക്കും ഓരോ കോളേജിലും കഴിഞ്ഞ വർഷം ഓരോ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് വന്ന റാങ്കിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഒരു ഡേറ്റ വെച്ച് നിങ്ങളുടെ റാങ്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിടെക് മറീൻ എഞ്ചിനീയറിംഗ് കോഴ്സിന് IMU കൊൽക്കത്തയിൽ കഴിഞ്ഞ വർഷം ഓരോ കാറ്റഗറിയിലും ആദ്യത്തെയും അവസാനത്തെയും ലിസ്റ്റിൽ വന്ന റാങ്കിൻ്റെ കട്ട് ഓഫ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. IMU കൊൽക്കത്തയിൽ ബിടെക് മറീൻ എഞ്ചിനീയറിംഗിന് ജനറൽ കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 578 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 899 ആണ്. EWS കാറ്റഗറിയിൽ ആദ്യം വന്ന കട്ട് ഓഫ് 2901, അവസാനം വന്ന കട്ട് ഓഫ് 7455. OBC കാറ്റഗറിയിൽ ആദ്യം വന്ന കട്ട് ഓഫ് 2206, അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 3697. SC കാറ്റഗറിയിൽ ആദ്യം വന്ന കട്ട് ഓഫ് 7420, അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 10703 ആണ്. മുംബൈ പോർട്ട് ക്യാമ്പസിൽ ജനറൽ കാറ്റഗറിയിൽ ആദ്യം വന്ന കട്ട് ഓഫ് 475 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 898. EWS കാറ്റഗറിയിൽ 1334, അവസാനത്തെ ലിസ്റ്റിൽ 4788. OBC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 1276, അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 3770. SC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 5503, അവസാനത്തെ ലിസ്റ്റിൽ വന്നത് 8913 ആണ്. ചെന്നൈ ക്യാമ്പസിൽ ബിടെക് മറീൻ എഞ്ചിനീയറിംഗിന് ജനറൽ കാറ്റഗറിയിൽ ഫസ്റ്റ് ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 956 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 1631 ആണ്. EWS കാറ്റഗറിയിൽ 3223 ആണ് ഫസ്റ്റ് ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 6136 ആണ്. OBC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 2475 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 4101 ആണ്. SC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിലെ കട്ട് ഓഫ് 8068 ആണ്. അവസാനത്തെ ലിസ്റ്റിലെ കട്ട് ഓഫ് 10982 ആണ്. ST കാറ്റഗറിയിൽ അവസാനം വന്ന കട്ട് ഓഫ് 18000 ആണ്. അടുത്തത് നമുക്ക് BSc നോട്ടിക്കൽ സയൻസ് കോഴ്സിന് ഓരോ കോളേജിലും കഴിഞ്ഞ വർഷം വന്ന ഫസ്റ്റ് ലിസ്റ്റിലെയും ലാസ്റ്റ് ലിസ്റ്റിലെയും കട്ട് ഓഫ് റാങ്കുകൾ എത്രയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. IMU നവി മുംബൈ ക്യാമ്പസിൽ ജനറൽ കാറ്റഗറിയിൽ ഫസ്റ്റ് ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 494 ആണ്. ലാസ്റ്റ് ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 747 ആണ്. EWS കാറ്റഗറിയിൽ ഫസ്റ്റ് ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 1489 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്നത് 1915 ആണ്. OBC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്നത് 1664 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 2577 ആണ്. SC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 5414 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 8001 ആണ്. ST കാറ്റഗറിയിൽ വന്ന അവസാനത്തെ കട്ട് ഓഫ് 13000 ആണ്. IMU ചെന്നൈ ക്യാമ്പസിൽ BSc നോട്ടിക്കൽ സയൻസിന് ജനറൽ കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 1449 ആണ്. ലാസ്റ്റ് ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 2461 ആണ്. EWS കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 4474 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 10000 ആണ്. OBC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 4931 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 12000 ആണ്. SC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 9829 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 13000 ആണ്. ST കാറ്റഗറിയിൽ അവസാനം വന്ന ലിസ്റ്റിലെ കട്ട് ഓഫ് 15000 ആണ്. IMU കൊച്ചി ക്യാമ്പസിൽ BSc നോട്ടിക്കൽ സയൻസിന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്ന ജനറൽ കാറ്റഗറിയിൽ വന്ന കട്ട് ഓഫ് 1025 ആണ്. ലാസ്റ്റ് ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 1631 ആണ്. EWS കാറ്റഗറിയിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നത് 3094 ആണ്. അവസാനത്തെ അലോട്ട്മെന്റിൽ 6000 ആണ്. OBC കാറ്റഗറിയിൽ ഫസ്റ്റ് ലിസ്റ്റിൽ വന്നത് 2000 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്നത് 4000. SC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്നത് 8000 ആണ്. അവസാനത്തെ ലിസ്റ്റിലെ കട്ട് ഓഫ് 10000 ആണ്. ST കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന റാങ്ക് 13000 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്നത് 16000 ആണ്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സിന് ഓരോ കോളേജിലും വന്ന കട്ട് ഓഫ് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് അടുത്തത് നോക്കാം.
IMU നവി മുംബൈ ക്യാമ്പസിൽ ഫസ്റ്റ് ലിസ്റ്റിൽ വന്ന ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ് 547 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്നത് 579 ആണ്. EWS കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്നത് 1582 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്നത് 2148 ആണ്. OBC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 981 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 1017 ആണ്. SC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 6550 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ 7893 ആണ്. ST കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 16,000 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 17,000 ആണ്. IMU ചെന്നൈ ക്യാമ്പസിൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സിന് ആദ്യത്തെ ലിസ്റ്റിൽ ജനറൽ കാറ്റഗറിയിൽ വന്ന കട്ട് ഓഫ് 1750 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 2307 ആണ്. EWS കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 4512 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 6860 ആണ്. OBC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 4240 ആണ്. അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 5910 ആണ്. SC കാറ്റഗറിയിൽ ആദ്യത്തെ ലിസ്റ്റിലെ കട്ട് ഓഫ് 11,500 അവസാനത്തെ ലിസ്റ്റിലെ കട്ട് ഓഫ് 13,500 ST കാറ്റഗറിയിൽ അവസാനത്തെ ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് 18,000 ആണ്. കഴിഞ്ഞ വർഷത്തെ ഈ ഡേറ്റയും നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറിയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും, ഏത് കോഴ്സിന് അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് റഫായിട്ടൊരു ഐഡിയ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടം വരെ കണ്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നത് ഒരു റിക്വസ്റ്റാണ്. അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോകൾ കാണുന്നതിൽ 95% ആൾക്കാരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് യൂട്യൂബ് പറയുന്നത്. നിങ്ങളും ആ ഒരു 95% പെടുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനായിട്ട് നിങ്ങൾ 1000-ൽ താഴെ റാങ്ക് കിട്ടിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നല്ല പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയൊക്കെയുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2000 റാങ്ക് വരെ ഉള്ളവർക്ക് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ സീറ്റ് കിട്ടുമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഡാറ്റയൊക്കെ വെച്ച് നിങ്ങളെ റാങ്കും കാറ്റഗറിയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് ഏത് കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ സ്പോൺസർഷിപ്പ് ഇല്ലാതെ IMU ക്യാമ്പസുകളിൽ പഠിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി IMU CT ക്വാളിഫൈ ചെയ്ത ഒരാളാണെങ്കിൽ ഫെബ്രുവരി ബാച്ചിലുള്ള DNS സ്പോൺസർഷിപ്പ് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വലിയ റാങ്ക് കിട്ടിയവരൊക്കെ എന്തായാലും അഡ്മിഷനൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ച് IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാതിരിക്കരുത്. IMU കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാൻ കൊടുക്കുന്ന 10,000 റുപ്പീസിൽ നിങ്ങൾക്ക് കോളേജ് ഒന്നും അലോക്കേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 9,000 റുപ്പീസ് തിരിച്ച് കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടിയില്ല, IMU കൗൺസിലിങ്ങിലും കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് നിങ്ങൾ കോഴ്സ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നല്ല പ്രൈവറ്റ് കോളേജുകളാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ കോളേജുകളുടെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിനെ കുറിച്ച് കാര്യമായിട്ടൊന്ന് റിസർച്ച് ചെയ്യുക. ഒരു തരത്തിലും പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത ഒരു കോളേജിൽ ഒരു കാരണവശാലും നിങ്ങൾ പോയി ജോയിൻ ചെയ്യാതിരിക്കുക. അതിനേക്കാളൊക്കെ നല്ലത് ഒരു വർഷം നിങ്ങൾ നല്ലോണം ഒന്ന് പ്രിപ്പയർ ചെയ്ത് IMU CT എൻട്രൻസ് എക്സാമിന് 2026 നല്ല റാങ്ക് നേടിയെടുക്കാൻ നോക്കുകയും നല്ല കമ്പനികൾ നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാമൊക്കെ എഴുതി കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ജോബ് ഗ്യാരണ്ടി ചെയ്യാൻ നോക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ഒരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളെ സംശയങ്ങൾ ഡിസ്കസ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.